ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിതാ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പുതിയ കിച്ചണിലേക്ക് കുറച്ചധികം ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കാലിക്കറ്റുള്ള കൈ ക്രോക്കറിയിൽ എത്തിയിട്ടുണ്ടായിന്. അപ്പം ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഷെയർ ആക്കുന്നത്. ശരിക്കും ഒരു പാത്രങ്ങളുടെ ഒരു വലിയൊരു ലോകമാണ് കേട്ടോ ഇവിടെ. നമ്മൾ സാധാരണ ഷോപ്പുകളിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന പാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുഴുവൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ വരുന്നത്. ഇപ്പോഴത്തെ ഒരു മോഡേൺ കിച്ചണിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ മൊത്തത്തിൽ പ്ലേറ്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഒരുപാട് കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് പുതിയ കിച്ചണിലൊക്കെ ഒരു ലക്ഷറി സെറ്റപ്പിലൊക്കെ നമുക്ക് കിച്ചൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ സിംഗിൾ പീസായിട്ടും അല്ലാതെയും ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കളറൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിന് മാച്ചായിട്ടുള്ള കപ്പുകളും പ്ലേറ്റുകളും ഒക്കെ വരുന്നുണ്ട്. അതും ഒക്കെ ഓരോ രീതിയിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ള ഓരോന്നും. ഇവിടെ ആയിട്ട് വൈറ്റ് കളറിൽ വരുന്നുണ്ട്, ബ്ലാക്കിൽ വരുന്നുണ്ട്, പേസ്റ്റൽ കളറിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളറിലായിട്ട് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പം കിച്ചണൊക്കെ ഒരു തീമിലായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തീമിൽ തന്നെ വരുന്ന എല്ലാ ഐറ്റംസും കിട്ടും. നമുക്ക് പ്ലേറ്റുകളായാലും കുക്ക് വെയർസ് ആയാലും ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കളറൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. സ്പൂണുകൾ ഒരു പ്രത്യേക രീതിയിലാട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതും വ്യത്യസ്ത വലിപ്പത്തിലും കളറിലും ഒക്കെ ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു സ്പൂണിൻ്റെ കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കത്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ എല്ലാം ഒന്നിനൊന്നും വെച്ചാണ്ടോ. ഒന്ന് കണ്ട് പിന്നെ വേറെ കാണുമ്പം അതിനേക്കാൾ ഭംഗിയുണ്ടാവും. ആ രീതിയിലാട്ടോ എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു ഫുൾ സെറ്റായിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു കളർ തീമിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ ഐറ്റംസും വരുന്നത്. നമ്മളിപ്പോൾ ചുമ്മാ ഷോപ്പ് കാണാൻ കയറിയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ തോന്നും കേട്ടോ. ഈ ഒരു കളറും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ജ്യൂസ് ഗ്ലാസ്സുകളൊക്കെ വരുന്നത്. ജ്യൂസ് ഗ്ലാസ്സുകളും അതേപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതും ഒരുപാട് മോഡൽസിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ. നമുക്ക് ചോയ്സ് ഉണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാന്നുള്ള രീതിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഇതുപോലത്തെ സ്റ്റോറേജ് ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ കാസ്ട്രോളുകളും ഒക്കെ ഒരു വ്യത്യസ്ത കളറിലുണ്ട് കേട്ടോ. നമ്മളിപ്പം കോമൺ ആയിട്ട് കാണാത്ത കുറേ കളറിൽ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലത്തെ പാത്രങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. സാധാരണ നമ്മൾ ഹൗസ് വാമിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഫോറിൻ കൺട്രീസിനൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെയൊക്കെ അയക്കലാണല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ ഇങ്ങനെ
വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ജഗ്ഗ് ഇതുപോലത്തെ അതിന് മാച്ച് ചെയ്യുന്ന ഗ്ലാസ്സുകൾ ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വേസ്റ്റ് ബിന്നൊക്കെ വരുന്നത്. അത് അത്യാവശ്യം ലെങ്ത്തിലുള്ള ടൈപ്പാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഗ്ലാസ്സൊക്കെ വെക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും അതേപോലത്തെ മൾട്ടിപർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ പ്ലേറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഐറ്റംസുകൾ ഒക്കെ വരുന്നുണ്ട്. ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. സ്റ്റീലിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങാൻ വിചാരിക്കുന്നുണ്ട്, അങ്ങനത്തതും വരുന്നുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ ഗ്ലാസ്സുകൾ, ജഗ്ഗുകൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഒരു ഹോട്ടലിലേക്കുള്ള ഒരു ഹോട്ടൽ വെയർ ആയിട്ടാണ് കേട്ടോ മെയിനായിട്ട് വരുന്നത്. അങ്ങനത്തെ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഹാൻഡ് വാഷിൻ്റെ ലിക്വിഡൊക്കെ ഒഴിച്ച് വെക്കുന്ന ബോട്ടിലുകളും ഒക്കെ ഒരുപാട് രീതിയിലുണ്ട് കേട്ടോ. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ആ ടൈപ്പിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലാതെ ഗ്ലാസിൻ്റെ ആ ടൈപ്പിൽ എടുക്കണേ അങ്ങനെ എടുക്കുക, എല്ലാ രീതിയിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വുഡിൻ്റെ ടൈപ്പ് ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സ് വരുന്നത്. ഇതിനൊക്കെ ഒരു 250 റേഞ്ചിലാട്ടോ വരുന്നത്. പിന്നെ അതിൻ്റെ സ്പൂണും കൂടെ വരുന്നത്, അങ്ങനത്തെ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സൊക്കെ ഒരു 230 ആ ഒരു ലെവലിലാണ് കേട്ടോ വരുന്നത്. ഇത് ഏത് ഷേപ്പിലായാലും വരുന്നുണ്ട്. നമുക്കിപ്പം ലെങ്ത്തിലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോഴത്തെ ഒരു കിച്ചണിലൊരു മെയിൻ ഐറ്റംസ് ആണല്ലോ ഇതൊക്കെ. ഇങ്ങനത്തെ ടീ, കോഫി, ഷുഗർ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സൊക്കെ ഒരു വ്യത്യസ്ത റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു 2500 ആ റേഞ്ചിലേക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു 1000ൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇതിനൊക്കെ 2500 ആ റേഞ്ചിലാട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതുപോലെ നമുക്കിപ്പം ഫ്രിഡ്ജിലൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അങ്ങനത്തതൊക്കെ വരുന്നുണ്ടോ. മെയിനായിട്ടും ഇവിടെ ഫുള്ള് ഗ്ലാസ്സിൽ തന്നെ വരുന്ന ഐറ്റംസാണ് കൂടുതലുള്ളത്. പിന്നെ ഇതുപോലത്തെ സ്പൂണൊക്കെ വെക്കുന്ന ഐറ്റംസൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതൊക്കെ ഒരു 2000 ആ റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ബോട്ടിലൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതുപോലത്തെ കുക്ക് വെയർസ്, കുക്കറുകൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് സിംഗിൾ പീസായിട്ടും ഒക്കെ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ സെർവ് ചെയ്യാനും പറ്റും. അത്രയും ഭംഗിയുള്ള പാത്രങ്ങളാണ്. കുക്കറുകളും ചെറുതും വലുതും ഒക്കെ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് കേട്ടോ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സൊക്കെ വരുന്നത്. നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന അതുപോലത്തെ കണ്ടെയ്നേഴ്സൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഓയിലിൻ്റെ ബോട്ടിലുകൾ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഐറ്റംസൊക്കെ നമ്മുടെ കിച്ചണിൻ്റെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് കാണിക്കട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.